നമസ്കാരം. മറ്റൊരു വാർത്തയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയാണ്. സിനിമാ മേഖലയുടെ വാർത്തകൾ തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമാ മേഖല ഇന്നലെയാണ് ഏറ്റവും രൂക്ഷമായി നിൽക്കുന്നത്. ആന്റണി പെരുമ്പാവൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണം, ഇല്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ കർശന നടപടിയുമായി മുന്നോട്ട് പോകാൻ ചേംബറിൻ്റെ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നു. 7 ദിവസം വരെയാണ് ആന്റണി പെരുമ്പാവൂരിന് സമയം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം താരസംഘടന അമ്മയുടെ യോഗം ഇന്നലെ ചേർന്നു. അവിടെ വെച്ചുണ്ടായ ചർച്ചയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സമരവുമായി ഒരു കാരണവശാലും മുന്നോട്ട് പോകില്ല, സമരത്തിന് പിന്തുണയില്ല എന്ന് താരസംഘടന അമ്മ പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ താരങ്ങളുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് താരങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ജനറൽ ബോഡി കൂടിയതിനു ശേഷം മാത്രമേ അത്തരം തീരുമാനത്തിലേക്ക് പോകുകയുള്ളൂ എന്ന് പറയുന്നു. താരങ്ങൾ നിർമ്മിക്കുന്ന സിനിമ പ്രദർശിപ്പിക്കില്ല എന്ന് നിർമ്മാതാക്കളുടെ സംഘടന സുരേഷ് കുമാർ പറഞ്ഞത് വലിയ വിവാദമാകുന്നു. ജനാധിപത്യ രാജ്യത്തിൽ ആർക്കും സിനിമ നിർമ്മിക്കാമെന്ന് താരങ്ങൾ പറയുന്നു. ഇങ്ങനെ വലിയ വിവാദങ്ങളിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ചേംബറിന്റെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു, ഫെബ്കയും അമ്മയും ഇല്ലെങ്കിലും ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും, സൂചനാ പണിമുടക്ക് വയ്ക്കുമെന്ന്. ഫെബ്കയും വേണ്ട, അമ്മയും വേണ്ട എന്ന് സിയാദ് കോക്കർ പറയുന്നു. അതോടൊപ്പം തന്നെ അനിൽ തോമസിന്റെ ഒരു പരാമർശം വലിയ രീതിയിൽ ചർച്ചയാവുന്നു. 1000 രൂപ കൊടുത്ത് സിന്തോൾ സോപ്പ് മേടിച്ച് കുളിക്കണോ എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നു. താരങ്ങളെ പരിഹസിച്ചുള്ള ഒരു ചോദ്യമായി തന്നെയാണ് അത് കാണേണ്ടത്. അങ്ങനെ വലിയ വിവാദങ്ങളാണ് ഇന്നലെ ഒരു ദിവസം കൊണ്ടുണ്ടായത്. കുറച്ച് ദിവസങ്ങളായി ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. ഇന്നലെ ചേംബറിന്റെ മീറ്റിംഗിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലിസ്റ്റ് സ്റ്റീഫൻ ഈ സമരമുണ്ടായാൽ തൻ്റെ തിയേറ്ററിൽ സിനിമ പ്രദർശിപ്പിക്കുമെന്ന് അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ലിസ്റ്റ് സ്റ്റീഫൻ ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷന്റെ പ്രസിഡന്റും നിർമ്മാതാക്കളുടെ സംഘടന ട്രഷറുമാണ്. അദ്ദേഹം അന്ന് വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു, സിനിമ പ്രദർശിപ്പിക്കും, സമരവുമായി ഇല്ല, സമരത്തിന് സഹകരിക്കില്ല എന്ന രീതിയിലാണ് ലിസ്റ്റ് സ്റ്റീഫൻ പറഞ്ഞത്. നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായം, സമരത്തോട് ലിസ്റ്റിന് അനുകൂലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമരത്തോട് ഞാൻ അനുകൂലിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. സംഘടനയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ 100% സംഘടനയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. താരങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തിയേറ്ററിൽ പടം കളിക്കും, അതിനെന്താണ് പ്രശ്നം ഇരിക്കുന്നത്? ഈ കാര്യങ്ങൾ ഇന്നലെ ചേംബറിന്റെ യോഗത്തിൽ ചർച്ച ചെയ്തു. ലിസ്റ്റിനെതിരെ വിമർശനമുണ്ടായി, ലിസ്റ്റിനെതിരെ പരാമർശമുണ്ടായി എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇന്നലെ ലിസ്റ്റിൻ പങ്കെടുത്തിട്ടുമില്ല യോഗത്തിൽ. ലിസ്റ്റിനില്ലായിരുന്നു, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആവശ്യത്തിന് പുറത്തു പോയിരിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇങ്ങനെ വലിയ രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ ദിവസം ഫെബ്കയുടെ കീഴിലുള്ള ഡയറക്ടേഴ്സ് യൂണിയൻ സമരവുമായി മുന്നോട്ടില്ല, സമരത്തിന് പിന്തുണയില്ല എന്ന് അവരും പറയുന്നു. ഇവിടെയാണ് കാര്യങ്ങൾ വേറെ ഒരു രീതിയിലേക്ക് പോകുന്നു എന്ന് എനിക്ക് കിട്ടുന്ന വിവരം. നിർമ്മാതാക്കളുടെ സംഘടനയിലും ഇതിന് അതൃപ്തിയുള്ളവരുണ്ട്. ഈ സമരവുമായി യോജിക്കുന്നവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ആക്റ്റീവായിട്ട് സിനിമ ചെയ്യുന്നവർ അതുമായിട്ട് യോജിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും നിർമ്മാതാക്കളുടെ സംഘടന ഒറ്റക്കെട്ടാണെന്ന് തന്നെയാണ് ഇവർ പറയുന്നുമുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഒരു അനൗദ്യോഗികമായി എനിക്ക് കിട്ടിയ വിവരം ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് പങ്കുവെക്കുകയാണ്. ഒരു സിനിമ, ഒരു നിർമ്മാതാക്കളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകാൻ സാധ്യത തള്ളിക്കളയുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്, താരസംഘടന അമ്മയിൽ 25ഓളം പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. താരങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനി 25ഓളം പേരുണ്ട്. അങ്ങനെ പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. അതോടൊപ്പം തന്നെ ഫെബ്ക സമരത്തിന് വേണ്ട എന്ന് പറയുമ്പോൾ ഫെബ്കയിൽ 100ഓളം പ്രൊഡ്യൂസർമാരുണ്ട്. 100ഓളം പ്രൊഡക്ഷൻ കമ്പനി, വലുതും ചെറുതുമായ പ്രൊഡ്യൂസർമാരുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 150-150ഓളം പ്രൊഡ്യൂസർമാർ പുറത്തു നിൽക്കുന്നു. ആ പ്രൊഡ്യൂസർമാരെ വെല്ലുവിളിച്ചുകൊണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയും ഒരു സമരവുമായി മുന്നോട്ട് പോയാൽ, ചേംബർ ഒരു സമരത്തിന് പിന്തുണയുമായി വന്നു കഴിഞ്ഞാൽ, ഇത്തരമൊരു നിർമ്മാതാക്കളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അതിൻ്റെ പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്, പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു. മറ്റൊരു നിർമ്മാതാക്കളുടെ സംഘടനയുടെ കൂട്ടായ്മ, സംഘടന പിളർത്തുക എന്നതല്ല ലക്ഷ്യം, ഒരു സംഘടനയുടെ കൂട്ടായ്മ, പിളർത്തുന്ന ഒരു ലക്ഷ്യമൊന്നും ഇവർക്കില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഒരു നിർമ്മാതാക്കളുടെ സംഘടന ഒരു കൂട്ടായ്മ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. നിർമ്മാതാക്കളുടെ സംഘടന ഒരു കൂട്ടായ്മ ഉണ്ടാകാൻ ഉള്ള ചാൻസിലേക്ക് പോകുന്നു. അതിനുള്ള പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ 7 ദിവസത്തിനകം തന്നെയാണ് ചേംബറിന് ആന്റണി പെരുമ്പാവൂർ ആ ഫേസ്ബുക്ക് പിൻവലിച്ച് കാണിക്കേണ്ടത്. 7 ദിവസത്തിനുള്ളിൽ കാണിക്കുന്നത് വരെ, 7 ദിവസം വരെ ചേംബറിന്റെ സമരപ്രഖ്യാപനത്തിൽ 7 ദിവസം വരെ സമയം നൽകും. അതിനുശേഷം സമരത്തിനുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും. അങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ വലിയ വലിയ സിനിമകൾ റിലീസ് ചെയ്യാനുള്ള ആ ദിവസം നോക്കി ഒരു സമരപ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്ന ആ രീതിക്കാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. പെട്ടെന്ന് ചാടിയുള്ള സമരമല്ല. ഫിലിം ചേംബർ ഒരു നോട്ടീസ് നൽകുന്നു, ആന്റണി പെരുമ്പാവൂർ നോട്ടീസ് അയക്കുന്നു, താങ്കൾ ഫേസ്ബുക്കിൽ എഴുതിയ തെറ്റാണ്, ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണം എന്ന് പറയുമ്പോൾ 7 ദിവസം സമയം കൊടുക്കുമ്പോൾ, ഇന്നലത്തെ ഡേറ്റ് വെച്ചാൽ 3-ാം തീയതി വരെയാണ് ഡേറ്റ് ഉള്ളത്. ആ 3-ാം തീയതിക്ക് ഉള്ളിൽ മറുപടി നൽകിയില്ലെങ്കിൽ, ആന്റണി പെരുമ്പാവൂരിൻ്റെ മറുപടി ലഭിച്ചില്ലെങ്കിൽ, ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ, അതിനുശേഷം വരെ
ഒരു സമരത്തിന്റെ ഡേറ്റ്, സൂചനാ പണിമുടക്കിന്റെ ഡേറ്റ് മതി എന്ന് പറയുമ്പോൾ അവർ വേറെ എന്തോ ഉന്നം വെച്ചിരിക്കുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. ചേംബർ മെമ്പറായ ശ്രീ ആന്റണി പെരുമ്പാവൂർ അതിന് വളരെ മോശമായ രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നിവിടെ ചർച്ച വന്ന് വളരെയധികം എല്ലാ മെമ്പർമാരും അതിനെതിരെ ശക്തമായിട്ട് നടപടിയെടുക്കണമെന്ന് തന്നെയാണ് ഇവിടെ തീരുമാനമെടുത്തിരിക്കുന്നത്. ആ തീരുമാനപ്രകാരം ഞങ്ങൾ ചേംബറിന്റെ മെമ്പറായ അദ്ദേഹത്തിന് നമ്മൾ ഇവിടുന്ന് ഒരു കത്തയക്കും. 7 ദിവസത്തിനുള്ളിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് നമുക്ക് 7 ദിവസത്തിനുള്ളിൽ ഇത് പിൻവലിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഉറപ്പ്. അദ്ദേഹം ചേംബറിന്റെ ഒരു മെമ്പറാണ്, അദ്ദേഹം അത് തെറ്റാണ് ചെയ്തതെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടാവും, അത് പിൻവലിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മറുപടി പറയട്ടെ. അപ്പൊ ഒരാഴ്ച കൂടി തന്നെ ഞങ്ങളുടെ ഈ സൂചനാ സമരത്തിന്റെ ഡേറ്റും ഗവൺമെന്റിനെതിരായിട്ട് നടക്കുന്ന ഡേറ്റും അതിന്റെ മെമ്മോറാണ്ടങ്ങളൊക്കെ പബ്ലിഷ്. വലിയ രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വാർത്ത ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഇന്നലെ സംഘടനകൾ മീറ്റിംഗ് നടന്നതിന് ശേഷം വാർത്താ സമ്മേളനം നടത്തി. സുരേഷ് കുമാർ നിർമ്മാതാക്കളുടെ സംഘടന എക്സിക്യൂട്ടീവ് യോഗത്തിന് വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹം പറഞ്ഞു ആന്റണി പെരുമ്പാവൂരുമായും എന്ത് സംസാരിക്കുക, ഇനി ഒരു സംസാരത്തിന് താനില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. ആന്റണി പെരുമ്പാവൂർ ചെയ്ത് തെറ്റാണെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. ഞാൻ എന്തിനാണ് ആശയവിനിമയം നടത്തുന്നത്? എനിക്കെതിരെ പോസ്റ്റ് ഇട്ട ഒരാളെടുത്ത് ഞാൻ ആശയവിനിമയം നടത്തേണ്ട കാര്യമില്ല. തികച്ചും തെറ്റായ ഒരു കാര്യം അത് പറഞ്ഞതിൽ പിന്നെ ഞാൻ പോയിട്ട് അവിടെ ആശയവിനിമയം നടത്തും. എനിക്ക് അങ്ങനെയൊന്നും പോണ ആളുമല്ല ഞാൻ. അപ്പോൾ ആന്റണി പെരുമ്പാവൂർ ചെയ്ത തെറ്റാണെന്ന് ആവർത്തിക്കുമ്പോൾ ആന്റണി പെരുമ്പാവൂർ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അത്തരമൊരു ചോദ്യം ഉന്നയിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചപ്പോൾ അത്തരമൊരു ചോദ്യം വേണ്ട എന്ന് പറയുമ്പോൾ ആന്റണി പെരുമ്പാവൂർ ഞായറാഴ്ച, എനിക്ക് ഡേറ്റ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, 8-ാം തീയതിയാണെന്ന് തോന്നുന്നു, ആ ഞായറാഴ്ചയായിരുന്നു. കൃത്യമായി തന്നെ ആന്റണി പെരുമ്പാവൂർ പറയുന്നു തൻ്റെ എമ്പുരാൻ സിനിമയുടെ ബജറ്റ് സുരേഷ് കുമാർ പറഞ്ഞത് തെറ്റാണ്, അത് തിരുത്തേണ്ടതാണെന്ന് നിർമ്മാതാക്കളുടെ സംഘടന നിരവധി ആളുകളെ, ലിസ്റ്റ് സ്റ്റീഫിനെ അദ്ദേഹം വിളിച്ചു എന്ന് എനിക്കറിയാം, രാകേഷിനെ വിളിച്ചു, ആൻഡോരെയൊക്കെ വിളിച്ചു, അത് തിരുത്തണമെന്ന് ആവശ്യപ്പെടുന്നു. ആ കാര്യം ഞാനും ഇടപെട്ടതാണ്, എനിക്കും അറിയാൻ കഴിഞ്ഞതാണ്. അങ്ങനെ തിരുത്താമെന്ന് ഇവർ പറയുകയും തിരുത്തിക്കൊള്ളാം എന്ന് പറയുന്നു. വീണ്ടും സുരേഷ് കുമാർ വേറൊരു ഇന്റർവ്യൂ കൊടുക്കും, ആ ഇന്റർവ്യൂവിൽ തിരുത്തി പറയും അത്തരം ഒരു പരാമർശം ഉണ്ടായ തെറ്റായിപ്പോയി എന്നൊരു വ്യാഖ്യാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും ചെയ്യാതെ വന്നപ്പോഴാണ് ആന്റണി പെരുമ്പാവൂർ ചൊടിപ്പിക്കുകയും ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും. പിന്നീട് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് ആരൊക്കെയാണ് ഷെയർ ചെയ്തതെന്ന് നമ്മൾ നോക്കണം. പൃഥ്വിരാജ് ഷെയർ ചെയ്യുന്നു, മോഹൻലാൽ ഷെയർ ചെയ്യുന്നു, ടോവിനോ ഷെയർ ചെയ്യുന്നു, അജു വർഗീസ് ഷെയർ ചെയ്യുന്നു, ഉണ്ണിമൂന്തൻ ഷെയർ ചെയ്യുന്നു, ചെമ്പ വിനോദ് ഷെയർ ചെയ്യുന്നു. അങ്ങനെ നിരവധി ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഷെയറിംഗ് എല്ലാം തെറ്റാണെന്നാണോ ഇവർ കണ്ടെത്തിയെന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ആന്റണി പെരുമ്പാവൂർ മാത്രം പിൻവലിച്ച മതിയോ എന്നൊരു ചോദ്യമുണ്ട്. ലിസ്റ്റ് സ്റ്റീഫൻ സമരത്തിന് പിന്തുണയില്ലാതെ ലിസ്റ്റ് സ്റ്റീഫനും അച്ചടക്ക നടപടിയാണ് എടുത്തത്, നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ അച്ചടക്ക നടപടി എടുത്തു എന്നുള്ള ഒരു വ്യാഖ്യാനം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. വലിയ രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരമൊരു നിർമ്മാതാക്കളുടെ മറ്റൊരു കൂട്ടായ്മയ്ക്കുള്ള സാധ്യതയുമായി ഇവർ മുന്നോട്ട് പോകുന്നു. നേരത്തെ പറഞ്ഞു അതിനുള്ള പ്രാഥമിക ചർച്ചകൾ നടത്തി. ഫെപ്ക സമരത്തിനില്ല എന്ന് പ്രഖ്യാപിച്ചുകൂടി ഫെപ്കയും വേണ്ട അമ്മയും വേണ്ട എന്ന് ഇവർ പറയുമ്പോൾ ഫെപ്കയിലും നിർമ്മാതാക്കൾ നിരവധി ആളുകളുണ്ട്, മുൻനിര നിർമ്മാതാക്കൾ നിരവധി ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ പല നിർമ്മാതാക്കളുമുണ്ട്. അവരെല്ലാവരും കൂടി താരസംഘടനയുടെ ഒരു കൂട്ടായ്മയും കൂടിക്കൊണ്ട് ഒരു കൂട്ടായ്മ, നിർമ്മാതാക്കളുടെ സംഘടന ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കാനുള്ള പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു. പ്രാരംഭ ചർച്ചയിൽ വലിയ രീതിയിൽ പിന്തുണയേറുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കും. ഒരു കാരണവശാലും ആന്റണി പെരുമ്പാവൂർ അത് പിൻവലിക്കുമോ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആന്റണി പെരുമ്പാവൂർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുമ്പോഴും അദ്ദേഹം ചെയ്ത തെറ്റിന് വേണമെങ്കിൽ പിൻവലിക്കുമ്പോൾ അതുപോലെ തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും ഉണ്ടായ തെറ്റുകൾ, പിഴവുകൾ ചൂണ്ടിക്കാണിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഈ പോസ്റ്റ് ഷെയർ ചെയ്തു, അപ്പോൾ മോഹൻലാൽ പിൻവലിക്കണോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നിർമ്മാതാക്കളുടെ സംഘടന നൽകേണ്ടതാണ്, ചേംബർ നൽകേണ്ടതാണ്. അതോടൊപ്പം തിയേറ്ററുകൾ അടച്ചിടുന്ന ഒരു കാര്യത്തിൽ ഇപ്പോൾ സമരപ്രഖ്യാപനത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ചേംബറിന്റെ കീഴിലുള്ള തിയേറ്റർ അസോസിയേഷൻ ഫിയോക്കുണ്ട്, അതോടൊപ്പം തന്നെ ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ ഉണ്ട്, നിർമ്മാതാക്കളുടെ സംഘടന ഉണ്ട്. ഇവർ 3 പേരാണ്. എന്നാൽ മറ്റ് തിയേറ്റർ ഉടമകളുണ്ട്, അവരും ഈ സമരത്തിന് പിന്തുണ നൽകാനുള്ള സാധ്യത കാണില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഇന്നലെ സുരേഷ് കുമാർ സർക്കാരിനെതിരെ ഒരു സമരമാക്കി മാറ്റി. താരങ്ങൾക്കെതിരെ എല്ലാ സമരമെന്ന് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അന്ന് പറയുമ്പോൾ എല്ലാം കൂടെ കൂട്ടിയുള്ള ഒരു സമരമെന്ന് പറയുന്നു. അന്ന് സർക്കാരിന് എന്റർടൈൻമെന്റ് ടാക്സ് ഉൾപ്പെടെ ഒഴിവാക്കണമുള്ള സമരമാണ് എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ഇന്നലെ കൃത്യമായി അവർ അമ്മയുമായിട്ട് വേണ്ടി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഇന്നലെ സുരേഷ് കുമാർ പറഞ്ഞു. കാരണം ഇവിടെ എല്ലാം എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നത് കൊണ്ടായിരിക്കാം അത്തരം ഒരു കാര്യങ്ങൾ പറഞ്ഞത്. എല്ലാവരും സിനിമ എടുക്കാണ്, താരങ്ങളും ഒക്കെ സിനിമ എടുക്കാണ്. അവര് എല്ലാവരും സിനിമ എടുത്താണ് ഈ രീതിയിലേക്ക് ഇൻഡസ്ട്രി എത്തിച്ചത്. ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ജൂൺ 1-ാം തീയതി മുതൽ ഒരു ഷട്ട് ഡൗണിലേക്ക് പോവുകയാണ്. ഞങ്ങൾ സമരം ചെയ്യുന്ന ഗവൺമെൻറ്റുമായിട്ടല്ല, താരങ്ങളുമായിട്ടാണ് സമരം ചെയ്യുന്നത്. ഞങ്ങൾ ഗവൺമെൻറ്റിനെതിരെയാണ് സമരം ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരം ഒരു സംഘടന മറ്റൊരു കൂട്ടായ്മ, നിർമ്മാതാക്കളുടെ കൂട്ടായ്മ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അത് വരും ദിവസങ്ങളിൽ
കൃത്യമായി ചർച്ചകൾ മുന്നോട്ട് പോകും. ആന്റണി പെരുമ്പാവൂരിന്റെ മറുപടിക്ക് വേണ്ടിയാണ് ഇവർ കാത്തിരിക്കുന്നത്. അമ്മ അയച്ച കത്തിന് നിർമ്മാതാക്കളുടെ സംഘടന മറുപടി നൽകിയിട്ടുണ്ട്. ഈ കത്ത് കൊണ്ട് തൃപ്തരല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ആവർത്തിച്ച് പറയുന്നത് നാഥനില്ല കളരി എന്നൊരു വാക്ക് താൻ ഉപയോഗിച്ചിട്ടില്ല, അത് കാണിച്ചു തരാൻ പറയുന്നു. പക്ഷെ നാഥനില്ല കളരി എന്ന വാക്കിന് പകരം അവിടെ ആരുമില്ല, അവിടെ ആരാണ് ഇപ്പോൾ ഉള്ളത് എന്നൊരു ചോദ്യത്തിന് അത് വ്യാഖ്യാനങ്ങൾ പല രീതിക്കാക്കാം. ആ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ സമരം വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്ന. ഒരു റംസാൻ സീസണാണ്, നോയമ്പ് സമയമാണ്, അതോടൊപ്പം പരീക്ഷാ സമയമാണ്. ആ സമയത്ത് തിയേറ്റർ അടച്ചാലും തിയേറ്ററുകാർക്ക് വലിയ വിഷയമില്ല എന്ന ഒരു സൂചനയും നൽകുന്നുണ്ട്. അത്തരം ദിവസങ്ങളിൽ ഒരു സമരവുമായിട്ട് വന്നു കഴിഞ്ഞാൽ തിയേറ്റർ ഉടമകൾക്ക് വലിയ നഷ്ടം വരുന്നില്ല. വലിയ സിനിമകളുണ്ടെങ്കിൽ തിയേറ്റർ ഉടമകൾ ഇത്തരമൊരു സമരത്തിന് പോകില്ല എന്ന് വെറും ഒരു കാരണം ഉറപ്പാണ്. തിയേറ്റർ ഉടമകൾ വലിയ പ്രതിസന്ധിയിലാണ്. അത് അക്കമിട്ട് പറയാം. ഒരു സ്ക്രീനും 2 സ്ക്രീനുമുള്ളവർ വലിയ കഷ്ടതയോടു കൂടിയാണ് തിയേറ്റർ ഉടമകൾ പോകുന്നത്. അവർക്ക് അക്കൗണ്ടിൽ പോലും ബാലൻസ് ഇല്ലാത്ത അവസ്ഥ, അവർക്ക് ബാങ്കിലെടുത്ത ലോൺ തിരിച്ചടയ്ക്കാത്ത അവസ്ഥ, ഇതെല്ലാം ഇവർക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ കാര്യത്തിലും ഒരു പരിഗണന വേണം. ഈ സമരങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും ഈ കൂട്ടായ്മ ഉണ്ടാകുമ്പോഴും അവരുടെ കാര്യത്തിലും ഒരു പരിഗണന വേണം. നിർമ്മാതാക്കളും ഒത്തിരി പേര് തകർന്നിരിക്കുന്നവരുണ്ട്. ബിസിനസ്സൊന്നും നടക്കാത്ത കാലമാണ്. ബിസിനസ് നടക്കാത്തപ്പോൾ നിർമ്മാതാക്കൾ വലിയ പ്രതിസന്ധിയിൽ പോകുന്നു. അപ്പോൾ താരങ്ങൾ ഒരു സാലറി കുറയ്ക്കണമെന്ന് പറയുന്നത് ന്യായമായ കാര്യമാണ്. അത് താരങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അവിടെ ഒരു പ്രസക്തമായ ചോദ്യം, ആ നിർമ്മാതാക്കൾ പറയുന്ന കാര്യത്തിൽ സത്യമുണ്ടെങ്കിൽ, സത്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നു, ആ നിർമ്മാതാക്കൾ അത്തരം താരങ്ങളുടെ പിന്നിൽ പോകാതെ മറ്റു താരങ്ങളെ വെച്ച് സിനിമ ചെയ്ത് മാതൃകയാകാനാണ് നിർമ്മാതാക്കൾ നോക്കേണ്ടത്. അല്ലാതെ ഒരു സമരവുമായി മുന്നോട്ട് പോയി ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിലേക്ക് പോകരുത്. 8000-ഓളം തൊഴിലാളികളുള്ള ഫെബ്ക സംഘടന, 8000-ൽ പരം തൊഴിലാളികളാണ് ഫെബ്ക സംഘടനയിലുള്ളത്. പല മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. അവർ ഒരു സമരം നടത്തിക്കഴിഞ്ഞാൽ, അവർ ഒരു ദിവസം സമരം നടത്തിക്കഴിഞ്ഞാൽ അവർ അന്നം മുട്ടുന്ന നിലയിലേക്ക് ഈ സമരം പോകും. അതുകൊണ്ട് സമരം നടത്തുന്നതിന് പകരം ഒരു ടേബിളിന് ചുറ്റുമിരുത്തി ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന ഒരു വിഷയം, അത് ഇത്രയും വലുതായ സാഹചര്യത്തിൽ ഇനി മറ്റൊരു കൂട്ടായ്മയ്ക്ക് തന്നെയാണ് സാധ്യത എന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് അത്തരം ഒരു ചർച്ചയെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന വിവരമാണ് എനിക്ക് കിട്ടുന്നത്. ഈ വാർത്തയാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു സംഭവങ്ങളിലേക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.